കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടില്ലെന്ന് മുൻ മന്ത്രി എ.സി. മൊയ്തീൻ. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള നിക്ഷേപമാണ് ഇ.ഡി. മരവിപ്പിച്ചത്. നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ ഇ.ഡി. ആവശ്യപ്പെട്ടു. നിക്ഷേപത്തിന്റെ സ്രോതസ്സടക്കമുള്ള തെളിവുകൾ ഇ.ഡിക്ക് കൈമാറിയെന്നും അന്യായമായ ഒരു സ്വത്തും തന്റെ പേരിലില്ലെന്നും എ.സി. മൊയ്തീൻ 24-നോട് പറഞ്ഞു. PMLA ആക്ട് അനുസരിച്ചുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എൻ്റെ പേരിലുള്ള 40 ലക്ഷം രൂപ കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത്. യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ്, സത്യസന്ധമല്ലാത്ത വാർത്തയാണ്. എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു നിക്ഷേപമോ ഇതുവരെ ഇ.ഡിയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ മരവിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. സൂരജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇദ്ദേഹത്തിന്റെ വിശദീകരണം തള്ളി ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി അത് തുടരും എന്ന് വാർത്ത വരുന്നത്. എന്താണ് ഇന്ന് എ.സി. മൊയ്തീൻ പറയുന്നത് ഇക്കാര്യത്തിൽ? ഗൂഗിൾ ഈ എ.സി. മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എ.സി. മൊയ്തീൻ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് തന്റെ ഒരു തരത്തിലുള്ള സ്വത്തും കണ്ടുകെട്ടിയിട്ടില്ല. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള 27 ലക്ഷം രൂപ മരവിപ്പിക്കുക മാത്രമാണ് ഇ.ഡി. ചെയ്തത്. അന്ന് ഇ.ഡി. പ്രധാനമായും പറഞ്ഞത് ഇത് സംബന്ധിച്ച രേഖകൾ, ഇത് പണത്തിന്റെ സ്രോതസ് വെളിവാക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് ഇ.ഡി. നിർദ്ദേശിച്ചിരുന്നു. ഇത് പ്രകാരം ഇത് ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകൾ, അതായത് സഹകരണ ബാങ്കുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളുണ്ട്. ആ സ്വകാര്യ ബാങ്കുകളിൽ നിന്നെല്ലാമാണ് ഈ ബാങ്കിലേക്ക്, അതായത് നിക്ഷേപത്തിനായി തുക ട്രാൻസ്ഫർ ചെയ്തിരുന്ന ആ ബാങ്കുകളിലെ എല്ലാം രേഖകളും അതുപോലെ തന്നെ പണത്തിന്റെ സ്രോതസ്സും എല്ലാം സംബന്ധിച്ചുള്ള രേഖകൾ ഇ.ഡിക്ക് കൈമാറിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ മരവിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഇ.ഡി. തയ്യാറായിരുന്നില്ല. തുടർന്ന് അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡിക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. അവർ അതിന് മറുപടി നൽകിയത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ അതോറിറ്റിയെ സമീപിച്ചത് എന്നുകൂടി എ.സി. മൊയ്തീൻ പറയുന്നു. പക്ഷെ അതോറിറ്റിയിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ല. പക്ഷേ എന്നാൽ പോലും താൻ കൃത്യമായും ഈ പണത്തിന്റെ സ്രോതസ് എന്താണ്, എവിടെയാണ് നിക്ഷേപം ഉണ്ടായത്, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ നൽകിയിട്ടുണ്ട്. തന്റെ കയ്യിൽ 1 രൂപ പോലും അനധികൃതമായി സമ്പാദിച്ച ഒരു സ്വത്ത് പോലും ഇല്ല എന്നും എ.സി. മൊയ്തീൻ 24-നോട് പറയുന്നു. അതോടൊപ്പം തന്നെ എ.സി. മൊയ്തീൻ പറഞ്ഞത് ഇ.ഡിയെയും രൂക്ഷമായി ഇന്ന് എ.സി. മൊയ്തീൻ വിമർശിച്ചു. അദ്ദേഹം പറയുന്നത് ഇരുട്ടിൽ തപ്പുന്ന കരിമ്പൂച്ചകളെ പോലെയാണ് ഇ.ഡിയുടെ നടപടി. അതോടൊപ്പം വ്യക്തിപരമായി തന്നെയും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇ.ഡി നടത്തുന്നത്. എന്നാൽ തന്നിൽ നിന്ന് അല്ലെങ്കിൽ താൻ അനധികൃതമായി സമ്പാദിച്ചു എന്ന തരത്തിലുള്ള ഒരു സ്വത്ത് പോലും ഇ.ഡിക്ക് കണ്ടുകെട്ടാൻ കഴിയില്ലെന്നും അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയില്ലെന്നും എ.സി. മൊയ്തീൻ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും തന്റെ പക്കൽ അനധികൃതമായ 1 രൂപ പോലും ഇല്ല എന്നാണ് എ.സി. മൊയ്തീൻ പറയുന്നത്. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് തെറ്റാണ് എന്നുകൂടി എ.സി. മൊയ്തീൻ 24-നോട് പ്രതികരിച്ചു.